മമ്മി ബിയും ഡാഡി ബിയും കൂടി പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ്. മീനുവും അപ്പുവും പൂന്തോട്ടത്തിൽ കളിക്കാൻ പോകാൻ കാത്തു നിൽക്കുകയാ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാൻ പോകാം. അപ്പു ഇത്ര വേഗത്തിൽ ജ്യൂസ് കുടിക്കല്ലേ? അപ്പു ജ്യൂസ് വേഗത്തിൽ കുടിച്ചതുകൊണ്ട് അപ്പുവിന് ഹിക്കപ്സ് ഉണ്ടായി. അപ്പുവിന് ഹിക്കപ്പ് ഉള്ളപ്പോ പുറത്ത് കളിക്കാൻ പോകാൻ പാടില്ല. ശരി, നിങ്ങൾ കളിക്കാൻ പൊക്കോളൂ. പക്ഷെ അപ്പുവിനെ നോക്കിക്കൊള്ളാം കേട്ടോ. മീനുവിനും അപ്പുവിനും പൂന്തോട്ടത്തിൽ കളിക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പുവിന്റെ ഹിക്കപ്സ് കാരണം മീനുവിന് കളിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാതാ. എനിക്കറിയാം നിന്റെ ഹിക്കപ്പ് എങ്ങനെ മാറ്റണമെന്ന്. ഇനി നീ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. നീ നിന്റെ തലയും വയറും തിരുമണം. ഹിക്കപ്പ് മാറ്റാനുള്ള മീനുവിന്റെ മാർഗം ഫലിച്ചില്ല. ഞാൻ പറഞ്ഞത് ശരിക്കും ചെയ്തില്ല. ഹിക്കപ്പ് മാറ്റാനുള്ള നല്ല മാർഗം എനിക്കറിയാം. ആദ്യം മുകളിലേക്കും താഴേക്കും 3 പ്രാവശ്യം ഒറ്റ കാലിൽ ചാടണം. ഇനി നിന്റെ കൈകൾ മുകളിലേക്കും താഴേക്കും വീശണം. എന്നിട്ട് തലയും കുളിക്കണം. അങ്ങനെ ഇനി നിന്റെ കണ്ണൊന്ന് അടയ്ക്കണം. എന്നിട്ട് 3 പ്രാവശ്യം തിരിയണം. അപ്പുവിന്റെ ഹിക്കപ്പ് മാറ്റാനുള്ള മീനുവിന്റെ പുതിയ മാർഗവും ഫലിച്ചില്ല. അപ്പുവിന് ഇപ്പോഴും ഹിക്കപ്സ് ഉണ്ട്. ഇതൊരു കളി മാത്രമാണ്. മീനു, അവൻ കൊച്ചുകുട്ടിയല്ലേ, ഇങ്ങനെയാണോ അവന്റെ കൂടെ കളിക്കുന്നേ? ഞാൻ അവന്റെ ഹിക്കപ്പ് മാറ്റാൻ നോക്കിയതാ. അപ്പുവിന്റെ ഹിക്കപ്പ് മാറി. അപ്പു വേഗത്തിൽ ജ്യൂസ് കുടിച്ചാൽ വീണ്ടും ഹിക്കപ്പ് ഉണ്ടാകും. അറിയാമോ? മീനുവിനും അപ്പുവിനും മമ്മിയുടെ രഹസ്യപ്പെട്ടി ഉണ്ടാക്കി കൊടുത്തു. അതിൽ അവരെന്തൊക്കെയിടുന്ന് നമുക്കൊന്ന് കാണാം. മമ്മി ബി മീനുവിന് വേണ്ടി ഒരു പേപ്പർ പെട്ടി ഉണ്ടാക്കി. മീനു, ഈ പെട്ടി നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇതൊരു രഹസ്യപ്പെട്ടിയാണ്. ഇതിൽ നിനക്ക് നിന്റെ രഹസ്യ സാധനങ്ങൾ വെക്കാം. അത് നിനക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ. കാരണം ഇത് നിന്റെ രഹസ്യപ്പെട്ടിയാണ്. ഓ, നിനക്കറിയാമോ? എന്നോട് പറയണ്ട. മമ്മിയോടും ഡാഡിയോടും അപ്പോഴോടും ഞാനിത് പറയില്ല. ഇതൊരു രഹസ്യമാണ്. അപ്പു
ഇതെന്റെ രഹസ്യപ്പെട്ടിയാണ്. ഇപ്പോൾ ഇതിനകത്തൊന്നുമില്ല. ഇതിലിടാൻ എനിക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കണം. അപ്പൂന് മീനുവിനെ സഹായിക്കണമെന്നുണ്ട്. വേണ്ട അപ്പു, പെട്ടിയിൽ എന്താന്ന് ഞാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ. ഞാനത് തിരഞ്ഞെടുക്കുന്നത് വരെ നീ പുറത്തു നിൽക്കണം. മീനു പെട്ടിയിലിടാനുള്ള രഹസ്യ സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇപ്പൊ എന്റെ രഹസ്യപ്പെട്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമുണ്ട്. അപ്പു, നീ ഇതിനകത്ത് എന്താന്ന് നോക്കാൻ പാടില്ല. അപ്പൂന് മീനുവിന്റെ രഹസ്യപ്പെട്ടിയിൽ എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ട്. നിനക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടിയിൽ എന്താന്ന് ഊഹിക്കാമോ? ഡൈനോസർ. ആ, അപ്പു നിന്നോട് എന്ത് ചോദിച്ചാലും നീ ഡൈനോസർ എന്നാണല്ലോ പറയുന്നത്. എന്തായാലും ഡൈനോസർ വലുതല്ലേ, ഈ പെട്ടിയിൽ കൊള്ളില്ല. മീനുവിന്റെ രഹസ്യപ്പെട്ടിയിൽ എന്താണെന്ന് ഊഹിക്കാൻ അപ്പൂന് പറ്റിയില്ല. ഡാഡി, ഇതെന്റെ രഹസ്യപ്പെട്ടിയാണ്. മമ്മി എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാ. ഇത് വളരെ നല്ലതാണല്ലോ മീനു. ഇതിനകത്ത് എന്താണ്? അതെ, ഒരു രഹസ്യമാണ്. അപ്പു ഊഹിക്കാൻ ശ്രമിച്ചു. അവൻ പറഞ്ഞത് തെറ്റായിരുന്നു. ഞാനൊന്ന് ശ്രമിക്കട്ടെ. ശരി. നീ എന്റെ ഗ്ലാസ് ആണോ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്? അല്ല. ഡാഡിയുടെ കണ്ണാടി ഡാഡിയുടെ മുഖത്ത് തന്നെയുണ്ട്. പാവം ഡാഡി. ഡാഡിക്ക് ശരിയായ രീതിയിൽ ഊഹിക്കാമായിരുന്നു. അതിവിടെ ഉണ്ടല്ലോ. അല്ല, ഇതോടെ ഡാഡിയുടെ ഉരം തീർന്നു. മീനുവിന് രഹസ്യങ്ങൾ ഇഷ്ടമാണ്. മമ്മി, ഈ പെട്ടിയിൽ എന്താന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞല്ലോ. ഞാൻ അപ്പൂനും കൂടി ഒരു പെട്ടി ഉണ്ടാക്കി കൊടുത്തു. അവനും അതിൽ രഹസ്യ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ അപ്പുവിന് മാത്രമേ അതിന്റെ ഉള്ളിൽ എന്താണെന്നറിയൂ. ഓ, അപ്പുവിന്റെ കയ്യിൽ എന്താണ്? മീനുവിന് അപ്പൂന്റെ പെട്ടിയിൽ എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്, എനിക്ക് ഊഹിക്കാൻ പറ്റിയില്ല. അവൾ ചെയ്യുന്നത് പോലെ രഹസ്യം വേറെ ആരും ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ചിലപ്പോ നിന്റെ പെട്ടിയിലുള്ള ഒരു സാധനം അപ്പുവിന് കാണിച്ചാൽ അവനും അവന്റെ പെട്ടിയിലുള്ള ഒരു സാധനം കാണിക്കും. ശരി, പക്ഷെ രണ്ടുപേരും ഒരേ സമയം കാണിക്കണം. അതൊരു നല്ല ഐഡിയയാണ്. ഞാൻ 3 വരെ എണ്ണി കഴിയുമ്പോൾ നിങ്ങളുടെ പെട്ടിയിലുള്ളത് എന്നെ കാണിക്കണം. തുടങ്ങട്ടെ. 1 2 3. അപ്പൂന്റെ കയ്യിൽ ഡ്രംസ് ആണുള്ളത്. മീനുവിന്റെ കയ്യിൽ ഹോണാണുള്ളത്. ഓ, നന്നായിട്ടുണ്ട്. അപ്പൂന്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ട്. പക്ഷേ മീനുവിന്റെ പെട്ടിയിൽ ഒന്നുമില്ല. അപ്പുവും മീനുവും മമ്മിയും ഡാഡിയും ചോക്ലേറ്റ് എടുത്തു. എൻ്റെ കയ്യിൽ ഒരു സീക്രട്ട് ബോക്സ് ഉണ്ട്. ഞാൻ ഈ ചോക്ലേറ്റ് അതിൽ ഒളിപ്പിക്കാൻ പോകും. നിങ്ങൾക്ക് പറയാമോ അതെവിടെയാണ്? കയ്യിലുമുണ്ട് ചോക്ലേറ്റ്. നിങ്ങൾക്ക് പറയാമോ അതെവിടെയാണ്? ഡാഡിയുടെ വയറായിരുന്നു സീക്രട്ട് ബോക്സ്. കയ്യിലുമുണ്ട് ചോക്ലേറ്റ്. എന്റെ കയ്യിലുണ്ട്. ഹായ് കൂട്ടുകാരി, മീനുവിന്റെ അപ്പുവിന്റെയും രഹസ്യപ്പെട്ടി നിങ്ങൾക്ക് ഇഷ്ടമായോ? അയ്യോ, ഡാഡിയുടെ കണ്ണട കാണാനില്ല. മീനു, അപ്പുവും അത് നോക്കാൻ പോവാ. നമുക്ക് അവരെ കൂടിയാലോ? Daddy loses his glasses. ഡാഡി ബി ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് വെച്ചാലേ ഡാഡി ബിക്ക് ശരിക്കും കാണാൻ പറ്റൂ. ഡാഡി ബി ഗ്ലാസ് വെക്കുമ്പോൾ എല്ലാം നന്നായി കാണാം. പക്ഷേ ഡാഡി ബി ഗ്ലാസ് മാറ്റുമ്പോൾ അതിനെ ഒന്നും ശരിക്കും കാണാൻ പറ്റില്ല. എല്ലാം ഇച്ചിരി പതുക്കെ വ്യക്തമല്ലാതെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡാഡി ബിക്ക് തന്റെ ഗ്ലാസ് എവിടെയെന്ന് അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില സമയത്ത് ഡാഡി ബിക്ക് തന്റെ ഗ്ലാസ് നഷ്ടപ്പെടും. മീനു, അപ്പു, നിങ്ങൾ ഡാഡി ബീന്റെ ഗ്ലാസ് കണ്ടിരുന്നോ? ഡാഡിക്ക് അത് കണ്ടെത്താനായില്ല. ഇല്ല മമ്മി.
ഡാഡി ബിയുടെ ഗ്ലാസ് എവിടെയെന്ന് മീനുവിനും അപ്പൂനും അറിയില്ല. ഡാഡി ബീനെ ഗ്ലാസ് ഇല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല. ഗ്ലാസ് എവിടെ വെച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ഗ്ലാസ് ഇല്ലാതെ ഡാഡി ബിക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റില്ല. ഇത് വളരെ കഷ്ടമാണല്ലോ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഡാഡി ബീനെ ഗ്ലാസ് ഇല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല. ഗ്ലാസ് വെക്കാത്തപ്പോൾ ഞാനത് പോക്കറ്റിലാണ് ഇടാറുള്ളത്, പക്ഷെ അത് അവിടെയും ഇല്ല. ഡാഡി ഞങ്ങൾ സഹായിക്കട്ടെ കണ്ണട കണ്ടുപിടിക്കാൻ. ഡാഡി ബി ഗ്ലാസ് എവിടെ വെച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ മൂഡ് ഓഫ് അല്ല കേട്ടോ. മീനും അപ്പവും ഡാഡിയുടെ ഗ്ലാസ് നോക്കുകയാണ്. മീനു ന്യൂസ് പേപ്പറിന്റെ അടിയിൽ നോക്കി, പക്ഷേ ഡാഡി ബിയുടെ ഗ്ലാസ് അവിടെയില്ല. അപ്പു ടിവിയുടെ മുകളിൽ നോക്കി, പക്ഷേ ഡാഡി ബിയുടെ ഗ്ലാസ് അവിടെയുമില്ല. ഞങ്ങൾ മുകളിൽ മമ്മിയുടെയും ഡാഡിയുടെയും ബെഡ്റൂമിൽ നോക്കട്ടെ. അപ്പോ ശ്രദ്ധിക്കുക, ഒന്നും പൊട്ടിക്കരുത്. ഇത് തമാശയല്ല. അമ്മയുടെയും ഡാഡിയുടെയും ബെഡ്റൂമിൽ നോക്കുകയാണ്. മീനു പില്ലോടെ അടിയിൽ നോക്കി, പക്ഷേ ഡാഡി ബീന്റെ ഗ്ലാസ് അവിടെയും ഇല്ലല്ലോ. അപ്പോ ഡാഡിയുടെ ചെരുപ്പിന്റെ അടിയിൽ നോക്കി, പക്ഷേ അവിടെയും ഇല്ല. നമുക്ക് ബാത്റൂമിൽ നോക്കാം. മീനുവും അപ്പവും ബാത്റൂമിൽ നോക്കുകയാണ്. ഗ്ലാസ് ടോയ്ലറ്റിലുമില്ല. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. മീനുവിനും അപ്പൂനും ഡാഡിയുടെ ഗ്ലാസ് ഒരിടത്തും കണ്ടെത്താൻ പറ്റിയില്ല. ഞങ്ങൾ എല്ലായിടത്തും ഡാഡിയുടെ ക്ലാസ് നോക്കി, പക്ഷെ ഒരിടത്തും കണ്ടില്ല. ഇനി നമ്മൾ എന്തു ചെയ്യും? ഞാൻ ഗ്ലാസ് ഇല്ലാതെ നടക്കാൻ പഠിക്കണം. ഞാൻ പതുക്കെ നടന്നാൽ കുഴപ്പമില്ലല്ലോ. ദേ ഇരിക്കുന്നു ഡാഡിയുടെ ക്ലാസ്. ഡാഡി ബി നിങ്ങൾ ഇത്രയും നേരം അതിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. ആഹാ, പാവം ഡാഡി. എനിക്കറിയില്ല അത് എങ്ങനെ ഇവിടെ വന്നു എന്ന്. ഓ അതിശയം തന്നെ, ഇതെങ്ങനെ വന്നു? നിങ്ങൾ പാവമായിക്കോ, പക്ഷെ വിഷമിക്കരുത്. ഞാൻ വിഷമിച്ചിട്ടൊന്നുമില്ല.